ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമുക്കിന്നത്തെ വീഡിയോകൾ പറയാനുള്ള രണ്ട് മെയിൻ ന്യൂസാണ്. ഒന്നാമത് തന്നെ നമ്മുടെ നരിവട്ട സിനിമ പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ ഹിറ്റിൻ്റെ ഫ്രാഞ്ചൈസിൽ കയറാൻ പോവുകയാണ്. ഏതൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോയിലൂടെ നടക്കാം. നമ്മുടെ നരിവട്ടൻ്റെ കാര്യം പറഞ്ഞു തന്നെ തുടങ്ങാം. നരിവട്ട ഈ വരുന്ന മെയ് 16 ആയിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തേണ്ടത്. ഏതൊക്കെയാലും കാരണം എന്താണെന്ന് അറിയില്ല, സിനിമ ചെറിയൊരു പോസ്റ്റ്പോണ്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട്. വലിയ പോസ്റ്റ്പോണ്ടൊന്നും അല്ല, ഒന്നൊന്നര ആഴ്ച പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഈ വരുന്ന മെയ് 23 പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുന്നത്. മെയ് 23 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വാലിന് ഇറങ്ങുന്ന ഡേറ്റാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വാലിനും ഈ പറയുന്ന മെയ് 16 ഇറങ്ങേണ്ടത്. പക്ഷേ സിനിമയും പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെയ് 23 എന്താ ഇപ്പം നരിവെട്ട് മെയ് 16 ഇറങ്ങേണ്ട വരെ മെയ് 23 പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻസൽ വെച്ച് ക്ലാഷ് റിലീസ് വീണ്ടും ക്ലാഷ് റിലീസ് തന്നെ ആവുകയാണ്. എന്തിനാണ് ഈ രണ്ട് സിനിമകളും മെയ് 16 പോസ്റ്റ്പോണ്ട് ചെയ്ത് മാറ്റിയതെന്ന് അറിയില്ല. ഏക്കാൽ രണ്ട് സിനിമയും ഇപ്പോൾ പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ന്യൂസാണ് നമ്മുടെ ഹിറ്റ് ഫ്രാഞ്ചൈസിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഹിറ്റ് 1ഉം 2ഉം 3 ഇപ്പോൾ തിയേറ്ററിൽ അറിയാം. 3 നാനിയായിരുന്നു. ഈ ന്യൂസ് നമ്മളെല്ലാവരും കേട്ട് കാണും. ഹിറ്റ് 4 കാർത്തി തന്നെയാണ് നായകനായിട്ട് വരുന്നത്. അതിൻ്റെ അർത്ഥം അവർ കൺഫേം ചെയ്ത ന്യൂസാണ്. ഹിറ്റ് 4 നടക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് കാർത്തി നായകനായിട്ട് വരുന്നത്. ഹിറ്റ് ഫ്രാഞ്ചൈസിൽ ഒരു സിനിമ കേരളയിൽ വെച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരായിരിക്കും നായകൻ നമുക്കറിയില്ല. പക്ഷേ ഹൈ ചാൻസ് പറയുന്ന ഒന്നെങ്കിൽ ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ ആയിരിക്കും സിനിമ നായകനായി വരിക എന്നാണ്. അതിൽ തന്നെ മാർക്കറ്റ് വാല്യൂ എല്ലാം വെച്ച് നോക്കുമ്പോൾ ദുൽഖർ സൽമാൻ ആയിരിക്കും ഒരു ഹിറ്റ് മൂവിയിലെ നായകൻ എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ട്രോങ് റൂമേഴ്സ് വരുന്നത്. അത് കൺഫേം ആയിട്ടില്ല ആരായിരിക്കും നായകൻ എന്നുള്ള. ഏതൊക്കെയും ഒരു സിനിമ അത് കേരളയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അതിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു നടനായിരിക്കും ഹീറോ ആയിട്ട് വരിക. അപ്പോൾ അത്രയ്ക്ക് വേണമെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.